നമസ്കാരം. ഈ പിണറായി വിജയന്റെ ഫോട്ടോയുമിട്ട് യാതൊരു അന്തം കമ്മിയേക്കാൾ ആവേശത്തോടെ മാസ് ഡയലോഗും അടിച്ച് പിണറായി ഫാനായി സോഷ്യൽ മീഡിയക്കകത്തും പുറത്തും പ്രതികരിച്ച ആളാണ് ഈ PV അൻവർ. ഇപ്പോൾ അയാൾ വലിച്ചിഴച്ച് എവിടെയോ കിടക്കുന്ന മുഹമ്മദ് റിയാസിന്റെയും ഫോട്ടോകളിട്ട് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെയുള്ള ആരോപണങ്ങളെ ഉന്നാൽ മുടിയാതെ തമ്പി എന്ന അൻവർ സ്റ്റൈലിൽ തന്നെ പ്രതിരോധിച്ച ആളാണ് അൻവർ. അൻവറിന്റെ ആവശ്യങ്ങളോട് വള്ളിപുള്ളി തെറ്റാതെ പാർട്ടിയും മുഖ്യമന്ത്രിയും വഴങ്ങിയിരുന്നെങ്കിൽ അതേ പരിപാടി ഇപ്പോഴും തുടർന്നേനെ. പല ഗ്രൂപ്പുകളിലും കഴിഞ്ഞ ദിവസം മുതൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, എന്താണ് സത്യത്തിൽ ഇത്രയധികം ഷോ കാണിക്കാൻ മാത്രം അൻവറിന്റെ പ്രശ്നം? അത് അൻവറിനോ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ആഭ്യന്തര പരാജയം, പി ശശി എന്ന ആർക്കും കേട്ടാൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലാത്ത ഉപരിപ്ലവമായ വിഷയങ്ങൾക്കപ്പുറം മറ്റൊന്നും ആർക്കും പറയാനുമില്ല. പാർട്ടിക്കും സർക്കാരിനും നൽകിയ പരാതിയിന്മേലുള്ള അന്വേഷണ റിപ്പോർട്ട് 4-ാം തീയതി വരുമെന്നും അതിനുശേഷം മാത്രം പരസ്യ പ്രതികരണം നടത്തൂ എന്നു പറഞ്ഞ അൻവർ DGP റാങ്കിലുള്ള ഏറ്റവും ഉയർന്ന നേതൃത്വത്തിലുള്ള ടീം അന്വേഷണം തുടരുന്നതിനിടെയാണ് ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ വന്ന പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാർ തള്ളുകയും അവിടെയും അൻവറിന്റെ നിലപാടിനോട് ചേർന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പിന്നെ എന്താണ് അൻവറിന്റെ പ്രശ്നമെന്ന് അൻവറിന് പോലും ഉത്തരമില്ല. ജപ്പാൻ മഴ, വാട്ടർ തീം പാർക്ക്, തടയണ വിവാദം, ആഫ്രിക്കയിലെ ബിസിനസ് തുടങ്ങിയ നിരവധി വിവാദ അകമ്പടിയോടെ ഒരു അഴിമതിക്കാരനെന്നും കോമാളിയെന്നും വലതുപക്ഷവും ഏതാണ്ട് പൊതുസമൂഹവും അടുത്ത കാലം വരെ ഒരുപോലെ കരുതി പോന്നിടത്തു നിന്നും അൻവർ പൊതുജന പിന്തുണ ഉണ്ടാക്കിയത് മറുനാടൻ മലയാളിക്കും ഷാജൻ സ്കറിയയ്ക്കുമെതിരെയുള്ള പോരാട്ടത്തിലൂടെയാണ്. അതുവരെ ആഫ്രിക്കൻ കാള, ആഫ്രിക്കൻ അമ്പൂക്ക എന്ന് പരിഹസിച്ച് വിളിച്ചു പോന്ന ലീഗുകാർ മുതൽ ജമാഅത്ത് ഇസ്ലാമിക് വരെ അൻവറിന് വിഷയാധിഷ്ഠിത പിന്തുണ നൽകാൻ തുടങ്ങി. അത് സ്വാഭാവികമാണ്. വാ തുറന്നാൽ മലം മാത്രം പുറത്തു വരുന്ന സാജൻ സ്കറിയെ പോലൊരു സാമൂഹ്യ ശല്യത്തിനെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധതയുടെ ഏതാണ്ട് മൊത്ത കച്ചവടം നടത്തുന്നയാൾക്കെതിരെ നിലകൊള്ളുന്നു എന്നത് അൻവറിന്റെ ഈ പൊതു ഇമേജിനെ സ്വാഭാവികമായി മാറ്റുകയും ആരാധകരെ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അതേ അൻവറിനെ ഹീറോയാക്കിക്കൊണ്ട് വാർത്ത കൊടുക്കുന്ന മറുനാടൻ മലയാളിയാണ് ഇന്ന് കണ്ടത്. കാരണം എന്താണെന്നോ, മറുനാടൻ മലയാളി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ മുസ്ലിം വിരുദ്ധ ഭാഗം ഒഴികെ ബാക്കിയൊക്കെ അതുപോലെ വാർത്താ സമ്മേളനം നടത്തി അൻവർ പറഞ്ഞു. റോസ് ഷർട്ടിടാത്ത സാജൻ സ്കറിയയായി PV അൻവർ മാറി. തീയായി മാറിയ അൻവർ നട്ടലുള്ള നേതാവ് എന്നൊക്കെ അതേ സാജൻ സ്കറിയ അൻവറിനെ വാഴ്ത്തുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കാണാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് പ്രഖ്യാപിച്ച അൻവർ അതേ ഏഷ്യാനെറ്റ് ന്യൂസിന് അഭിമുഖം കൊടുക്കുന്നു. തന്നെ ഇത്ര കാലം ആക്രമിച്ച, അധിക്ഷേപിച്ച എല്ലാ മാധ്യമങ്ങളിലും അൻവർ ഓടി നടന്ന് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള പള്ളു പറയുന്നു. അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ചിലത് ഗൗരവമുള്ളതാണെന്നും അന്വേഷിക്കുമെന്നും പരസ്യമായി പറഞ്ഞത് 3ഓളം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുമാണ്. അൻവറിനെ 3 തവണ സ്ഥാനാർത്ഥിയും 2 തവണ MLAയുമാക്കിയ ആ പാർട്ടിയെയാണ് അൻവർ അവിശ്വസിക്കുന്നുവെന്ന് പറയുന്നതും യുദ്ധം ചെയ്യുന്നതും, അതും ആ പാർട്ടി നൽകിയ MLA സീറ്റ് രാജിവെക്കാൻ വിസമ്മതിച്ചതുകൊണ്ട്. പൊതുബോധ കേന്ദ്രീകൃതമായ ആരുടെ ഗ്രാഫ് ഇടിയുന്നുവെന്നോ ആരുടെ ഗ്രാഫ് കൂടുന്നുവെന്നോ അറിയില്ല. അത്തരം ഗ്രാഫുകളിൽ വിശ്വാസവുമില്ല. എന്നാൽ 100 വിഷയങ്ങളിൽ 99 കേട്ടിരിക്കാൻ സാധിക്കും. 100ാമത്തെ വിഷയം പാർട്ടിക്കെതിരെയാണെന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള വിദ്യാഭ്യാസം അൻവർ പാർട്ടിയോട് അടുക്കു മുമ്പേ തന്നെയുള്ള കാലം കൊണ്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതവർ ഇനിയും തുടരുക തന്നെ ചെയ്യും.